ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ആവശ്യമായ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചേക്കാം. ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നിരവധി കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് പറയാനുണ്ട്. ഒന്നാമതായി അതിൻ്റെ ലൊക്കേഷൻ. ഒരു ലാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ റോഡുമായിട്ടുള്ള അതിൻ്റെ പ്രോക്സിമിറ്റി, അതിൻ്റെ ലെവൽസ്, അതുപോലെ തന്നെ വീടും റോഡും തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ നമ്മൾ ഇനിയും നമ്മുടെ സോയിൽ ടൈപ്പിനെ കുറിച്ച്, നമ്മുടെ ബിൽഡിങ്ങിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിന്റെ സോയിൽ ടൈപ്പ് നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി, അതിന്റെ വെള്ളത്തിന്റെ പ്രസൻസ്, ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുമെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ചതുപ്പ് നിലത്താണെങ്കിൽ അതിന്റെ കോസ്റ്റ് വല്ലാണ്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലോട്ടിൽ ആവശ്യത്തിൽ അധികമായിട്ടുള്ള പാറയുടെ അല്ലെങ്കിൽ റോക്കിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പ്ലോട്ട് ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്തും അത് നമ്മുടെ കോസ്റ്റിനെ സാരമായി ബാധിച്ചേക്കാം. നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ അതിൽ തന്നെ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അതിൻ്റെ ഓറിയന്റേഷൻ, അതായത് വടക്ക് ദർശനത്തിൽ പണിയുക അല്ലെങ്കിൽ കിഴക്ക് ദർശനം പിന്നെ പടിഞ്ഞാറ് തെക്ക് ദർശനത്തിലേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. നമ്മുടെ കാറ്റിൻ്റെ ഗതി അതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇതെല്ലാം കൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്.